നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭൗതിക വെല്ലുവിളി നേരിടുന്ന 25 കുട്ടികൾക്ക് സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം ആരംഭിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് ഡി ദാസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തൃശൂർ DCCക്ക് മുന്നിൽ വീണ്ടും പോസ്റ്റർ പ്രതിഷേധം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൂട്ടായ്മ എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബാസ്ത്യനോസിന്റെ തിരുനാളിന് ഒരുക്കങ്ങളായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 30, 31 ഫെബ്രുവരി 1 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. വാർത്തകൾ വിശദമായി. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭൗതിക വെല്ലുവിളി നേരിടുന്ന 25 കുട്ടികൾക്ക് സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം ആരംഭിച്ചു. 3-ാം ബാച്ചിന്റെ കമ്പ്യൂട്ടർ പരിശീലന ഉദ്ഘാടനം മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് ഡി ദാസ് നിർവഹിച്ചു. കുട്ടികളുടെ ഒരു സമഗ്രമായ വളർച്ച അവരെ കൈപിടിച്ചു കൊണ്ടുപോകാനായിട്ട് ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് ഈ അഡാപ്റ്റ് സൊസൈറ്റിക്ക് സാധിക്കുന്നുണ്ട്. അതിന് ലീഡർഷിപ്പ് നൽകുന്ന അഡാപ്റ്റ് സൊസൈറ്റിയുടെ എല്ലാ ഭാരവാഹികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഈ അവസരം ലഭിക്കുകയാണ്. അതുപോലെ തന്നെ അധ്യാപകർ അവരും ഈ കുട്ടികളെ മക്കളെപ്പോലെ കണ്ട് അവരോടൊപ്പം നിന്നാൽ മാത്രമേ അവരെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. അത് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഓരോ അധ്യാപകരും സ്വന്തം മക്കളെ പോലെ ആ കുട്ടികളെ കാത്തു പരിപാലിപ്പിക്കുന്നുണ്ട്. അവരുടെ എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളെ ഏറ്റവും നല്ല നിലയിൽ വളർത്തിയെടുക്കാനുള്ള അവരുടെ പരിശ്രമത്തെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ, പാറളം പഞ്ചായത്ത് മെമ്പർ അനിത പ്രസന്നൻ, അഡാപ്റ്റ് പ്രസിഡന്റ് AV സണ്ണി, സെക്രട്ടറി പന്തളം സജിത് കുമാർ, AM വക്കച്ചൻ, ബിന്ദു കിഷോർ, ശ്രുതി ഷിബിൻ തുടങ്ങിയവർ സംസാരിച്ചു. വളരെ അഡാപ്റ്റ് എത്രമാത്രം ഇതിൽ പങ്കാളികളാകുന്നു എന്ന് അല്ലെങ്കിൽ ഇതിൽ എത്രമാത്രം വിഷനോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത് 25 പേര് വന്നില്ലെങ്കിലും വന്നവരുടെ കാര്യത്തിൽ ആള് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. സത്യമാണ്, എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ വന്ന് സൗജന്യമായാലും സ്വീകരിക്കാൻ തയ്യാറാകാത്ത മാതാപിതാക്കൾ ഇന്നും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണല്ലോ. അപ്പോൾ അത് പൂർണ്ണമായി സ്വീകരിക്കുവാനായിട്ട് ഇവിടെ മാതാപിതാക്കൾ തയ്യാറായതിൽ ഞാൻ ആദ്യം ഇവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കളെ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ് മണപ്പുറം ഫൗണ്ടേഷന്റെ പേരിൽ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തൃശൂർ DCCക്ക് മുന്നിൽ വീണ്ടും പോസ്റ്റർ പ്രതിഷേധം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൂട്ടായ്മ എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. DCC, പ്രസ് ക്ലബ്, CPM ജില്ലാ കമ്മിറ്റി ഓഫീസുകൾക്ക് മുൻപിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരന്റെ ദയനീയ പരാജയത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ DCC ഓഫീസിനു മുന്നിൽ ദിവസങ്ങളോളം തുടർച്ചയായി പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബാസ്ത്യനോസിന്റെ തിരുനാളിന് ഒരുക്കങ്ങളായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 30, 31 ഫെബ്രുവരി 1 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. ബുധനാഴ്ച വൈകിട്ട് 5:30 പ്രസുതേന്തി വാഴ്ച, നൊവേന, ലതീഞ്ഞ്, തുടർന്ന് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം എന്നിവ നടക്കും. സംവിധായകൻ ലാൽ ജോസ് സ്വിച്ച് ഓൺ നിർവഹിക്കും. 30 വ്യാഴാഴ്ച രാവിലെ 6:30 ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, അമ്പുകളുടെ വെഞ്ചരിപ്പ് എന്നിവ നടക്കും. ഫാദർ ജിൻഡോ പെരേപ്പാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 6:30 വേസ്പെറ.
തിരുനാൾ ദിനമായ 31 രാവിലെ 6:30 വിശുദ്ധ കുർബാന, 10:30 ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാന എന്നിവ നടക്കും. മുൻ വികാരി ഫാദർ ബാബു അപ്പാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ പോൾ കള്ളിക്കാടൻ സഹകാർമ്മികനാകും. വൈകിട്ട് 4 വിശുദ്ധ കുർബാന പ്രദക്ഷിണം, സമാപന ആശീർവാദവും തുടർന്ന് വർണ്ണമഴയും ഉണ്ടായിരിക്കും. ഫെബ്രുവരി 1 ഇടവകയിൽ നിന്നും മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി ദിവ്യബലിയും സെമിത്തേരിയിൽ ഒപ്പീസും നടത്തും. വൈകിട്ട് 7 മ്യൂസിക് ബാൻഡ് മെഗാ ഫ്യൂഷൻ ഷോ ഉണ്ടായിരിക്കും. പള്ളി വികാരി ഫാദർ ജെൻസ് തട്ടിൽ, ജനറൽ കൺവീനർ സെബി ജോർജ്, PRO ഷാജി ചാലിശ്ശേരി, ലിജോ ജോർജ്, സിജോ ഡേവിസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാലക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ 525ാമത്തെ ജൂബിലി വർഷത്തോടനുബന്ധിച്ചുള്ള ഇടവക തിരുനാളാണ് ഈ വരുന്ന ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ നടത്തപ്പെടുന്നത്. ഇതൊരു കാരുണ്യത്തിൻ്റെ തിരുനാളായിട്ട് നടത്താനാണ് ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് 525ാം ജൂബിലി വർഷമാണ് പാലക്കാട് ഇടവകയെ സംബന്ധിച്ചിടത്തോളം. സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥൻ്റെ അടി പ്രാർത്ഥനാപൂർവ്വം ഈ തിരുനാൾ എവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അത്ഭുത പ്രവർത്തനായ സെബസ്ത്യാനോസ് തൻ്റെ വിശ്വാസ ജീവിതം നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. ദൈവിക വിശ്വാസം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവൻ പോലും ഒന്നിച്ച വ്യക്തിയാണ്. അനേകങ്ങൾ സെബസ്ത്യാനോസിൻ്റെ ഈ ദേവാലയത്തിലേക്ക് ഈ തിരുനാളിനും അതോടനുബന്ധമായി മറ്റുള്ള അവസരങ്ങളിലും പ്രാർത്ഥന നിർഭരമായി കടന്നു വരികയും വിശുദ്ധൻ്റെ മാധ്യസ്ഥനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക പതിവാണ്. അങ്ങനെ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ അവർ പ്രാർത്ഥിച്ചു വരുന്നുണ്ട്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടെ വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലേക്ക് ഈ 525ാമത്തെ തിരുനാളിനെ എല്ലാവരും സ്നേഹപൂർവ്വം ക്ഷണിക്കും. കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിനിടെ KSU SFI സംഘർഷം. മാള ഹോളി കോൺഗ്രസ് കോളേജിൽ നടന്ന ഡി സോൺ മത്സരങ്ങൾ ചൊവ്വാഴ്ച സമാപിക്കാനിരിക്കെയാണ് തിങ്കളാഴ്ച രാത്രി സംഘർഷം ഉണ്ടായത്. പ്രവർത്തകർ ഏറ്റുമുട്ടിയതോടെ കലോത്സവം തടസ്സപ്പെട്ടു. മാള ഹോളി ഗ്രീസ് കോളേജിലാണ് ഇത്തവണ ഡി സോൺ അരങ്ങേറുന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഘർഷം നടന്നത്. കലോത്സവത്തിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ ആരംഭിച്ചത്. കമ്പിവടികൾ ഉപയോഗിച്ച് ഇരുവിഭാഗവും അർദ്ധരാത്രിയോടെ ഏറ്റുമുട്ടുകയായിരുന്നു. പോലീസ് സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമായില്ല. കസേരകളും മറ്റും തല്ലിത്തകർത്ത നിലയിലാണ്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ കലോത്സവം നിർത്തിവച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച കലോത്സവം സമാപിക്കാനിരിക്കെയാണ് സംഘർഷം നടന്നത്. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ബസിന്റെ താക്കോൽ കൈമാറി. KK രാമചന്ദ്രൻ MLAയിൽ നിന്ന് HM ഇൻചാർജ് സമീന തോമസ് താക്കോൽ ഏറ്റുവാങ്ങി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാർത്തിക ജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NM പുഷ്പാകരൻ, നന്ദിനി സതീശൻ, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ, MPTA പ്രസിഡന്റ് ഷൈനി ശ്രീനിവാസൻ, SMC ചെയർമാൻ CK സുദേവ്, MK അശോകൻ, NK കിഷോർ എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കർഷകർക്ക് ഇടവേള കിറ്റ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ 600-ലധികം കർഷകർക്കാണ് ഇടവിള കിറ്റുകൾ വിതരണം ചെയ്തത്. 3 ലക്ഷം രൂപ പദ്ധതി വിഹിതം വിനിയോഗിച്ചു. 500 രൂപയുടെ ഇഞ്ചി, മഞ്ഞൾ, ചേമ്പ് വിത്തുകൾ അടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്തത്. കർഷക ഗ്രാമസഭയും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. ബ്ലോക്ക് ചെയർപേഴ്സൺ മല്ലികാദേവൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി, EP അജയഘോഷ്, മണി ഉണ്ണികൃഷ്ണൻ, കൃഷി ഓഫീസർ ലക്ഷ്മി C മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. ഇടിയാർ എസ്റ്റേറ്റിലെ തൊഴിലാളി 67 വയസ്സുള്ള അന്നലക്ഷ്മിയാണ് മരിച്ചത്. ഞായറാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു ആക്രമണം. ഇടിയാർ എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്ന ഇവരെ ഞായറാഴ്ച അർദ്ധരാത്രിയിലാണ് കാട്ടാന ആക്രമിച്ചത്. ലയത്തിന് സമീപമുള്ള റേഷൻ കട തകർത്ത് അരി കഴിക്കാനെത്തിയ കാട്ടാനയ്ക്ക് മുന്നിൽ അന്നലക്ഷ്മി അകപ്പെടുകയായിരുന്നു. റേഷൻ കട തകർക്കുന്ന ശബ്ദം കേട്ട വീടിന് പുറത്തിറങ്ങിയ അന്നലക്ഷ്മിയെ ആന ഓടിച്ചിട്ട് തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തി. ആനയുടെ ആക്രമണത്തിൽ അന്നലക്ഷ്മിക്ക് ഇടുപ്പെല്ലിനും കാലിനും ഗുരുതരമായി പരിക്കേറ്റു. മറ്റു വീടുകളിലെ ആളുകൾ ശബ്ദം കേട്ട് പുറത്തിറങ്ങി ശബ്ദമുണ്ടാക്കിയാണ് ആനയെ തുരത്തിയത്. പിന്നാലെ നാട്ടുകാർ ചേർന്ന് അന്നലക്ഷ്മിയെ വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു.
ഗുരുതരമായതിനാൽ അന്നലക്ഷ്മിയെ പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിനിടെ ചികിത്സയിലിരിക്കെയാണ് അന്നലക്ഷ്മി തിങ്കളാഴ്ച രാത്രിയോടെ മരണത്തിന് കീഴടങ്ങിയത്. മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ തമിഴ്നാട് സർക്കാരും വനംവകുപ്പും കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ വടക്കുമുറിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. അളഗപ്പ നഗർ വെണ്ടൂർ സ്വദേശികളായ കൈതവളപ്പിൽ മനോജിന്റെ മകൻ വികാസ്, പൂക്കോടൻ ജോഷിയുടെ മകൻ രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടം. കല്ലൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ കല്ലൂർ സൗഹൃദ യുവസംഗമം പ്രവർത്തകരുടെ ആംബുലൻസിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിൽ നിലവിലുള്ള താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. 10ാം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. ഫെബ്രുവരി 3 രാവിലെ 10:30 വാക്കിൻ ഇന്റർവ്യൂ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7510 രൂപ, പവന് 60,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വെങ്ങനിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭൗതിക വെല്ലുവിളി നേരിടുന്ന 25 കുട്ടികൾക്ക് സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം ആരംഭിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് ഡി ദാസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തൃശൂർ DCCക്ക് മുന്നിൽ വീണ്ടും പോസ്റ്റർ പ്രതിഷേധം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൂട്ടായ്മ എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാളിന് ഒരുക്കങ്ങളായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 30, 31 ഫെബ്രുവരി 1 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.